സുഖല്ലേ? ഇന്ന് നമ്മൾ ഒരു പായസമായിട്ടാണ് വന്നേക്കണത്. പായസം എന്ന് പറയുമ്പോൾ പായസത്തിൻ്റെ പ്രീമിക്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി 3 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റൂട്ട. ഈ പ്രീമിക്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റിൽ എപ്പോൾ വേണമെങ്കിലും 10 മിനിറ്റിൽ നമുക്ക് പായസം റെഡിയാക്കാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് 2-3 സാധനം വറുത്തെടുക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ പച്ചരിയാണ് എടുത്തേക്കുന്നത്. സാധാരണ നമ്മൾ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചരി. 1 ടേബിൾ സ്പൂൺ അരിക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ചെറുപയർ പരിപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് 4 കാഷ്യും 5-6 ബദാമും 4 ഏലക്കും. ഫസ്റ്റ് നമുക്ക് ഈ 3 സാധനം നല്ലോണം കഴുകി വെള്ളം വാർത്ത് വെക്കാം. വെള്ളം വാർക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പായസത്തിന് വറുക്കാനുള്ള സാധനങ്ങൾ വറുത്തെടുക്കാം. അരിയും പരിപ്പും ചെറുപയർ പരിപ്പും നല്ലോണം കഴുകി വെള്ളം വാർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നാളികേരക്കൊത്ത് ചേർത്ത് അത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഈ പായസത്തിലേക്ക് നാളികേരക്കൊത്ത് മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നട്ട്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് നല്ല ബ്രൗൺ കളറായി വറുത്തെടുക്കാം. നാളികേരക്കൊത്തൊക്കെ വറുത്തെടുത്തു. ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. പായസത്തിനുള്ള പ്രീമിക്സാണ് റെഡിയാക്കാൻ പോണത്. നമ്മൾ നാളികേരക്കൊത്ത് വറുത്ത അതേ പാനിൽ ചെയ്യുമ്പോൾ ആ നെയ്യ് ഉണ്ടാവും. ഇനി വേറെ ഒരു നെയ്യൊന്നും എക്സ്ട്രാ ചേർക്കണ്ട. അതിലേക്ക് തന്നെ നമ്മൾ കഴുകി വാർത്ത് വെച്ചേക്കണ അരിയും പരിപ്പും ചേർക്കാം. നല്ല ബ്രൗൺ കളറായി പരിപ്പൊക്കെ അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരില്ലേ, ആ പാകത്തിന് നമുക്ക് വറുത്തെടുക്കണം. അരിയും പരിപ്പും ഒക്കെ നല്ലോണം മൂത്ത് തുടങ്ങി നമുക്കതിൻ്റെ പരിപ്പിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരും കേട്ടോ. ആ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കണ ബദാമും കാഷ്യൂ ഏലക്ക ഇതിൽ ചേർക്കാം. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നല്ലോണം എല്ലാം മൂപ്പിച്ചെടുത്തു. ഇതൊന്ന് തണുക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ശർക്കരയൊക്കെ ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കാനായിട്ട് ഇതുപോലത്തെ 4 അച്ച് ശർക്കരയാണ് എടുത്തേക്കണേ. അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കൽക്കണ്ടം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കും. ഈ പായസത്തിന് കൽക്കണ്ടം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അരിയും പരിപ്പും അണ്ടിപ്പരിപ്പൊക്കെ തണുത്തു ജാറിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ട് വരും. നല്ല തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. റവയെക്കാട്ടിലും കുറച്ചും കൂടി നല്ല തരി ഉണ്ടാവണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ പായസത്തിൻ്റെ പ്രീമിക്സ് റെഡിയായി. ഈ മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ 2-3 മാസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വെക്കാൻ പറ്റൂട്ട. അത്രയ്ക്ക് അടിപൊളിയായിരിക്കും ഈ പായസം റെഡിയാക്കുമ്പോൾ. 10 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പം എല്ലാവരും ഇതുപോലെ പ്രീമിക്സ് ഒന്ന് റെഡിയാക്കി നോക്കണേ. ഇനി നമുക്ക് പായസം റെഡിയാക്കാം. ശർക്കരയൊക്കെ നല്ലോണം ഉരുകി കിട്ടി. നമുക്കിത് മാറ്റി വയ്ക്കാം. പാനിലേക്ക് 1/2 ലിറ്റർ വെള്ളം ചേർക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. വെള്ളം നല്ലോണം തിളച്ചു. ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ പായസത്തിൻ്റെ പ്രീമിക്സ് ചേർക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊക്കെ ഉടച്ചു കൊടുത്തു. ഇനി ഈ വെള്ളത്തിൽ കിടന്നതിന് ഒരു 1/4 ഭാഗം ഈ അരിയും പരിപ്പൊക്കെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വേവണേൻ്റെ ഇടയിൽ നമുക്ക് നാളികേരം അരച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാണ്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. പരിപ്പും അരിയൊക്കെ 1/4 ഭാഗം വെന്തിട്ടേ ഉള്ളൂട്ട. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചേക്കണ നാളികേരം ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇതും കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. നമ്മളെപ്പോഴും നാളികേരപ്പാൽ ചേർത്തിട്ടാണ് പായസം അധികം ഉണ്ടാക്കാറ്. ഇതുപോലെ അധികം നമ്മൾ ട്രൈ ചെയ്യാറില്ല. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും പായസത്തിന്, അടിപൊളിയായിരിക്കും. അതുപോലെ നമ്മൾ ചേർത്തത് 1/2 ലിറ്റർ വെള്ളമാണ്. പിന്നെ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. അതിൽ തന്നെ നമുക്ക് കറക്റ്റായിരിക്കും നമ്മൾ എടുത്ത അളവിന് വെന്ത് കിട്ടാനായിട്ട്. നാളികേരമൊക്കെ ചേർത്ത് നല്ലോണം എല്ലാം നല്ലോണം വെന്ത് കിട്ടി. ഇനി നമുക്കിതിൽ ഉരുക്കി വെച്ചേക്കണ ശർക്കരപ്പാനി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ നല്ല കറുത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ പായസത്തിന്. എനിക്ക് അത്രയ്ക്കും കറുത്ത ശർക്കര കിട്ടിയില്ല, അതാണ് ഒരു വെളുത്ത കളറ് കാണുന്നത്. ഈ ശർക്കരപ്പാനിയിലിരുന്ന് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. ശർക്കരപ്പാനി ചേർത്ത് നല്ലോണം തിളച്ചു. 1/4 കപ്പ് പശുമ്പാലാണ് ചേർക്കണത്. ഓൾറെഡി നമ്മൾ നാളികേരം അരച്ച് ചേർത്ത തന്നെ നാളികേരപ്പാൽ ചേർക്കണ്ട.
നിങ്ങൾക്ക് നാളികേരപ്പാലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചേർത്തോളൂ. ഇതാകുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും. ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഓൾറെഡി ഏലക്ക നമ്മൾ ചേർത്തുണ്ട്. ഏലക്കപ്പൊടി ടേസ്റ്റ് ചെയ്ത് നോക്കി കുറവ് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പാല് ചേർത്ത് ഒന്ന് തിളച്ചോട്ടെ. 1 മിനിറ്റ് ഒന്നും വേണ്ട, അതിലും താഴെ ഒന്ന് തിളച്ചാൽ മതി. പാല് ചേർത്ത് നല്ലോണം തിളച്ചൂട്ട. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കണ നാളികേരക്കൊത്ത് ചേർക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡിയായി. 10 മിനിറ്റിൽ പ്രീമിക്സ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പായസം റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടാ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.